ചോദ്യം: താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ABCD ഓപ്ഷൻ ആയതുകൊണ്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചെയ്ത് കമന്റ് ചെയ്തേ. ഓക്കെ, നോക്കാം വളരെ. ഇവിടെ എന്താ ചോദ്യം? മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് കൊടുത്തിരിക്കുന്നത് ഏതാ കൊടുത്തിരിക്കുന്നേ? വ്യവസായ വികസനം. ശരിയോ തെറ്റോ? മൂന്നാം പഞ്ചവത്സര പദ്ധതി വ്യവസായ വികസനം. ശരിയോ തെറ്റോ? തെറ്റാണ്. ഓക്കെ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം. ശരിയോ തെറ്റോ? തെറ്റാണ്. എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. ശരിയോ തെറ്റോ? എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം ശരിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനം തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഓപ്ഷൻസിൽ ഒരെണ്ണമായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. കേട്ടോ? ഓക്കെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ശരി പിള്ളേരെ, പഞ്ചവത്സര പദ്ധതികളും അതിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളും ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രാഥമിക ലക്ഷ്യം മാത്രം പഠിച്ചാൽ പോരാ. ചോദ്യം ഇപ്പൊ നല്ലപോലെ മാറി വരുന്നുണ്ട്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് പഠിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇപ്പം ഈ 12 പഞ്ചവത്സര പദ്ധതികളുടെയും പ്രാഥമിക ലക്ഷ്യം മാത്രം ഒന്ന് റിവിഷൻ ചെയ്തപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിക്കൂലെന്നല്ല പറയുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അതൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുകളിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, നിങ്ങൾ ഇതിപ്പോ നോക്കിക്കോ കുട്ടികളെ. ഓരോ പഞ്ചവത്സര പദ്ധതിയായിട്ട് നിങ്ങൾ പറയണം. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറഞ്ഞേ. ഏതാണ് കാലഘട്ടം? 1951 മുതൽ 56 വരെയാണ്. ലക്ഷ്യം പറഞ്ഞേടാ. ലക്ഷ്യം പറഞ്ഞേ. ഏതൊരാളെ കൊണ്ട് പറയിപ്പിക്കേ. കാലഘട്ടവും ലക്ഷ്യവും ഞാൻ പറയിപ്പിക്കും. കാർഷിക വികസനം അല്ലേ? കാർഷിക വികസനമാണ് പ്രധാന ലക്ഷ്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം പറഞ്ഞേ. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56, 61 ആണ് കാലഘട്ടം. എന്താണ് ലക്ഷ്യം? വ്യാവസായിക വികസനമാണ് ലക്ഷ്യം. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം പറഞ്ഞേ. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1961 മുതൽ 66 വരെയാണ്. ലക്ഷ്യം എന്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. അവിടെ നിങ്ങൾ 2 ലക്ഷ്യം പറയണം. ഭക്ഷ്യ സ്വയം പര്യാപ്തത. എന്താ പിള്ളേർ? അടുത്തത് ഏതാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ് ഏതിൽ വരുന്നത്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യത്തിൽ വരുന്നത്. കേട്ടോ? 61, 66 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അടുത്ത് 66 മുതൽ 69 വരെ എന്താണ്? 66 മുതൽ 69 വരെ എന്താണ്? പഞ്ചവത്സര പദ്ധതി ഉണ്ടോ? 66 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ ആണ്. 66 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ ആണ്. ഓക്കെ, പ്ലാൻ ഹോളിഡേ ആണ്. അടുത്ത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഒന്ന് പറഞ്ഞേ. 4ാം പഞ്ചവത്സര പദ്ധതി 69, 74 ആണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ആർക്ക് പറയാം ലക്ഷ്യം എന്താണ്? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്ഥിരതയോട് കൂടിയ വളർച്ചയാണ് 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിക്കുക. ഞാൻ നിങ്ങൾ ഒരാളെ കൊണ്ട് ഇത് പറയിപ്പിക്കും. അടുത്ത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞേടാ. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 74, 78 ആണ്. കാലാവധി പൂർത്തിയാക്കാത്ത 12 പഞ്ചവത്സര പദ്ധതികളിൽ കാലാവധി പൂർത്തിയാക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. അതിന്റെ കാലഘട്ടം, അതായത് 79 തീരേണ്ട പഞ്ചവത്സര പദ്ധതി 78 തീർന്നു. 78 തീർന്ന പഞ്ചവത്സര പദ്ധതിയാണ്. കാലാവധി പൂർത്തിയാക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം പറഞ്ഞേ. 5ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താണ് കുട്ടികളെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണല്ലേ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 5ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 78 മുതൽ 80 വരെ എന്താണ്?
78 മുതൽ 80 വരെ റോളിംഗ് പ്ലാൻ ആണ് അല്ലെ? റോളിംഗ് പ്ലാൻ. നമ്മുടെ മൊറാർജി ദേശായി എന്ത് ചെയ്യുന്നറിയാമോ? റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയുണ്ടായി. 78 മുതൽ 80 വരെ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ എന്ത് നടപ്പിലാക്കി പിള്ളേരെ? ഈ പറയുന്ന റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. ഓക്കെ, ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണെന്നറിയാവോ? ഗുണ്ണാർ മിർഡാലാണ്. ഗുണ്ണാർ മിർഡാലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന വ്യക്തി. ഗുണ്ണാർ മിർഡാലാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃതി അല്ലെങ്കിൽ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഏഷ്യൻ ഡ്രാമ അല്ലേ? ഏഷ്യൻ ഡ്രാമ എന്നൊരു പുസ്തകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. റോളിംഗ് പ്ലാൻ 78 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. അപ്പൊ റോളിംഗ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഗുണ്ണാർ മിർഡാൽ എന്നുള്ള വ്യക്തിയാണ്. ഗുണ്ണാർ മിർഡാൽ എന്ന വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞേ. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 80, 85 കാലഘട്ടം. ഈ 80, 85 കാലഘട്ടത്തില് 6ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താ? ലക്ഷ്യം എന്താണ് പിള്ളേരെ? ലക്ഷ്യം എന്താണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും പദ്ധതികളുടെ ലക്ഷ്യം ഒന്ന് കമ്പൈൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഒന്നാമത്തെയും രണ്ടാമത്തെയും പദ്ധതികളുടെ ലക്ഷ്യം ഒന്ന് കമ്പൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പറയാൻ പറ്റും. ഓക്കെ, അതായത് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഏതിൽ വരുന്നത് പിള്ളേരെ? 6ാം പഞ്ചവത്സര പദ്ധതിയിൽ വരുന്നത്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് 6ാം പഞ്ചവത്സര പദ്ധതിയിൽ വരുന്നത്. 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 7ാം പഞ്ചവത്സര പദ്ധതി 85-90. 7ാം പഞ്ചവത്സര പദ്ധതിയിലാണ് 85-90 വരുന്നത്. 85-90 വരുന്നത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, അതിലെന്താണ് വരുന്നത്? 85-90 കാലഘട്ടത്തിൽ ഒരു യുവാവായിരുന്നു അല്ലെ? ഒരു യുവാവായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. ആരാണ്? നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചോണം കേട്ടോ. അതായത് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയമില്ല, അപ്പൊ യുവാവല്ലേ, അപ്പൊ അദ്ദേഹം ആധുനികവൽക്കരണം കൊണ്ടുവന്നു എന്ന് ഓർത്തിരിക്കുക. 85-90 മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ആധുനികവൽക്കരണം കൊണ്ടുവന്നു. അതുപോലെ തന്നെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തൊഴിലവസരങ്ങളുടെ വർധനവ് കൊണ്ടുവന്നു എന്ന് ഓർത്താൽ മതി. മനസ്സിലായ? ഒരു യുവാവല്ലേ അദ്ദേഹം. അപ്പം ആധുനികവൽക്കരണം. അതുപോലെ തന്നെ എന്താണ് ആധുനികവൽക്കരണം? തൊഴിലവസരങ്ങളുടെ വർധനവ് കേട്ടോ. ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. രാജീവ് ഗാന്ധിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായെന്നറിയോ? ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധി, അദ്ദേഹത്തിന് എത്ര വയസ്സുള്ളപ്പോഴാണ് പ്രധാനമന്ത്രിയായെന്നറിയാവോ? അദ്ദേഹം 84-ലെ പ്രധാനമന്ത്രിയാകുന്നത്. അദ്ദേഹം ജനിച്ച വർഷം ഏതെന്നറിയാവോ? രാജീവ് ഗാന്ധി ജനിച്ച വർഷം. രാജീവ് ഗാന്ധി ഏത് വർഷമാണ് ജനിച്ചേ? അദ്ദേഹം 44-ലാണ് ജനിക്കുന്നത്. 44-ലാണ് ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ എത്ര വയസ്സ് വരും? 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. 40-ാമത്തെ വയസ്സിൽ. ഓക്കെ, 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രധാനമന്ത്രി. ഓക്കെ, ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം അറിയോ ആർക്കെങ്കിലും? ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം. ആരുടെ മൈക്ക് ഓൺ ആണേ? അശ്വതി മൈക്ക് ഓൺ ആണേ? അശ്വതി. ഓക്കെ, പറ. ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം. അശ്വതി മൈക്ക് ഓൺ ആണ്, ശ്രദ്ധിക്കണേ. 1917-ലാണ് ഇന്ദിരാഗാന്ധി ജനിച്ചത്. 1917 കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, നോക്കിക്കോടാ. അപ്പൊ 85-90 7ാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും കേട്ടോ. അടുത്ത 8ാം പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പായിട്ട് 90 മുതൽ 92 വരെ എന്താണ് പിള്ളേരെ? 90 മുതൽ 92 വരെ ആനുവൽ പ്ലാൻസ് അല്ലെ? ആനുവൽ പ്ലാൻ ആണ് 90 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തിൽ വരുന്നത്. 90 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തിൽ ആനുവൽ പ്ലാൻ ആണ്. ഓക്കെ, അതിനുശേഷം 8ാം പഞ്ചവത്സര പദ്ധതി 92 മുതൽ 97 വരെ. ലക്ഷ്യം പറ. 8ാം പഞ്ചവത്സര പദ്ധതി നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മാനവശേഷി വികസനം. 8ാം പഞ്ചവത്സര പദ്ധതിയാണ് ഏത് കുട്ടികളെ? മാനവശേഷി വികസനം. 8ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം
97 2002 97 2002 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഓക്കെ, എന്തൊക്കെയാണ് വരുന്നത്? പ്രധാന ലക്ഷ്യങ്ങൾ: ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ഏതിന് വരുന്നത്? 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് 10ാം പഞ്ചവത്സര പദ്ധതി ഏതാ കാലഘട്ടം? 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 2002 2007. 2002 2007 10ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. എന്തൊക്കെയാ ലക്ഷ്യം? എന്താ ലക്ഷ്യം? 10ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, മൂലധന നിക്ഷേപം. അടുത്ത് 11ാം പഞ്ചവത്സര പദ്ധതി 2007 2012. 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താണ്ട്? സമഗ്ര വികസനമാണ് ലക്ഷ്യം. അടുത്ത് 12ാം പഞ്ചവത്സര പദ്ധതി 12-17 ആണ്. ഓക്കെ, എന്താണ് ലക്ഷ്യം പിള്ളേരെ? സുസ്ഥിര വികസനമാണ് ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഒരാള് പറയേണ്ടി വരും, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പിള്ളേരെ. നമുക്കറിയാം, ആസൂത്രണ കമ്മീഷൻ 2014 വരെയുള്ള സമയത്ത് 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി എന്നുള്ള കാര്യം നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുണ്ട്. ആ 12 പഞ്ചവത്സര പദ്ധതികളുടെയും പ്രാഥമിക ലക്ഷ്യങ്ങൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, പക്ഷെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 1951 മുതൽ 56 വരെയുള്ള 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കാർഷിക വികസനമായിരുന്നു ലക്ഷ്യം. 56 മുതൽ 61 വരെ 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം. 61 മുതൽ 66 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ് ലക്ഷ്യം. 69 മുതൽ 74 വരെയുള്ള സമയത്ത് സ്ഥിരതയോട് കൂടിയ വളർച്ച. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം സ്ഥിരതയോട് കൂടിയ വളർച്ചയാണ് ലക്ഷ്യം. അടുത്ത 5ാം പഞ്ചവത്സര പദ്ധതി 74-78 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5ാം പഞ്ചവത്സര പദ്ധതി 74-78 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, 80-85 6ാം പഞ്ചവത്സര പദ്ധതി. 1ാമത്തെയും 2ാമത്തെയും പദ്ധതികളെ ഓർത്ത് പറഞ്ഞാൽ മതി. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനം. അടുത്ത 85-90 കാലഘട്ടത്തിലാണ് നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഒരു യുവാവായതിന്റെ ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങൾ വർധനവും കൊണ്ടുവന്നു. ഓക്കെ, അടുത്ത് 92-97 കാലഘട്ടത്തിലാണ് 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. 9ാം പഞ്ചവത്സര പദ്ധതി 97-2002 കാലഘട്ടത്തിലാണ് ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണമാണ് അവിടെ ലക്ഷ്യമായി വന്നത്. അതുപോലെ തന്നെ 10ാം പഞ്ചവത്സര പദ്ധതി വന്നത് 2002-2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി 2007-2012 സമഗ്ര വികസനം, മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം. 2012-17 ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം. ഓക്കെയാണ്. ശരി പിള്ളേരെ, ഇനി ഞാനിത് നിങ്ങൾ വായിച്ചൊന്ന് നോക്കിക്കോ. ഞാനിത് ലക്ഷ്യങ്ങൾ ഞാൻ എറേസ് ചെയ്യും കേട്ടോ. നിങ്ങൾ അത് ഒരാൾ പറയണം. ഒന്ന് വായിച്ച് പഠിച്ചോ നിങ്ങൾ. ഞാൻ എറേസ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് എനിക്കത് പറഞ്ഞു തരണം. ഓക്കെ, ലക്ഷ്യങ്ങൾ മാത്രം ഞാൻ എറേസ് ചെയ്യാണ്. ബാക്കി കാലഘട്ടമൊക്കെ അവിടെ കിടപ്പുണ്ട്. കാലഘട്ടം നോക്കി നിങ്ങൾ ലക്ഷ്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഒരാൾ തയ്യാറായിക്കോ പറയാനായിട്ട്. ബുക്കിലൊന്നും നോക്കാതെ ആലോചിച്ച് ഫുള്ള് പറയാൻ ശ്രമിക്കണം കേട്ടോ. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ. അപ്പൊ അവൻ അല്ലെങ്കിൽ അവള് പഠിച്ചല്ലേ, അപ്പൊ എനിക്കും പഠിക്കണം എന്നുള്ള രീതിയിൽ കേട്ടോ. ഓക്കെ, ആരെങ്കിലും തയ്യാറായോ? പറയാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ റെഡി ആയിട്ട്? ആരാ? റുബീനയാണോ പറയുന്നേ? റുബീന പറഞ്ഞേ, മൈക്കണായി പറഞ്ഞേ. റുബീന പറഞ്ഞോ. 1951 പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങുന്നത്. 51-56 കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തത്. പിന്നെ 56-61 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തു. പിന്നെ 61-66 ഭക്ഷ്യ സ്വയം പര്യാപ്തത, പിന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. പിന്നുള്ളത് 66-69 ആയിരുന്നു. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ ഇല്ലായിരുന്നു.
പിന്നെ 69-74 4-ാം പഞ്ചവത്സര പദ്ധതി, അത് ഇത് പറയട്ടാ, സ്ഥിരതയോട് കൂടിയുള്ള വളർച്ച. പിന്നെ 74-79 കാലഘട്ടം. പക്ഷെ 78 സ്റ്റോപ്പ് ചെയ്തു. 74-78 5-ാം പഞ്ചവത്സര പദ്ധതി, ദാരിദ്ര്യ നിർമ്മാർജ്ജനായിരുന്നു അതിന്റെ ലക്ഷ്യം. പിന്നെ 78-80 മൊറാർജി ദേശായി ഈ പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കി. ആ സമയത്ത് റോളിംഗ് പ്ലാൻ ആയിരുന്നു. അത് ഗുന്നാർ മിർഡലാണ് അതിന്റെ ആശയം. പിന്നെ അത് അദ്ദേഹത്തിന്റെ ഐഷ്യൻ ഡ്രാമ എന്ന ബുക്കിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 80-85 6-ാം പഞ്ചവത്സര പദ്ധതി, അതിന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന വളർച്ചയ്ക്കായിരുന്നു. പിന്നെ 85-90 പിന്നെ 7-ാം പഞ്ചവത്സര പദ്ധതി, അത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, ആധുനികവൽക്കരണം എന്നൊക്കെയായിരുന്നു ലക്ഷ്യം. പിന്നെ 90-92 ആനുവൽ പ്ലാൻ ആയിരുന്നു. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ ഇല്ലായിരുന്നു. പിന്നെ 98-97 8-ാം പഞ്ചവത്സര പദ്ധതി, മാനവ വിഭവശേഷി വികസനം. പിന്നെ 97-2002 9-ാം പഞ്ചവത്സര പദ്ധതി, അത് ഗ്രാമീണ മേഖലയുടെ വികസനത്തിനും പിന്നെ വികേന്ദ്രീകൃത ആസൂത്രണം. പിന്നെ 2002-2007 10-ാം പഞ്ചവത്സര പദ്ധതി, അത് നമ്മുടെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. പിന്നെ 2007-2012 സുസ്ഥിര വികസനം അല്ല, അതിന്റെ മുന്നേ സമഗ്ര വളർച്ച. പിന്നെ 12-17 ലാസ്റ്റ് പഞ്ചവത്സര പദ്ധതി, അത് സുസ്ഥിര വികസനം. ഓക്കെ, ക്ലിയർ ആണ്, സെറ്റാണ്. ഇതുപോലെ എല്ലാവർക്കും പറയാൻ പറ്റണം, മനസ്സിലായി? ഇത് എല്ലാവർക്കും ഈ ഒരു കാലഘട്ടവും പറയാൻ പറ്റണം, നിങ്ങൾക്ക് അതുപോലെ തന്നെ അത് ലക്ഷ്യങ്ങളും പറയാൻ പറ്റണം. ഓക്കെ, പ്രാഥമിക ലക്ഷ്യങ്ങൾ. ഇനി ഇതിന്റെ കൂടെ നമുക്ക് സപ്പായിട്ട് വരുന്ന കുറെ ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മൾ മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്തേടാ. പ്രധാനമന്ത്രി ജൻധൻ യോജനയുമായി യോജിക്കുന്ന പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ആ ചോദ്യം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പ്രധാനമന്ത്രി ജൻധൻ യോജനയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ PSC എന്ത് ചെയ്തതാണ്, ഡിലീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേട്ടാ, എന്തുകൊണ്ടെന്ന് അറിയാമോ ഡിലീഷൻ വരാനുള്ള കാര്യം? ഈ ജൻധൻ യോജന, പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള ഈ ഒരു പോയിന്റിൽ തെറ്റൊന്നുമില്ല. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കുന്ന പദ്ധതി കേട്ടാ, അത് കറക്റ്റ് ആണ്. എന്നാല് സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിടുന്നുണ്ടായിട്ടുള്ള അതുമുണ്ട്. ഇൻഷുറൻസും ഉണ്ടോ എന്നിട്ട് ഇൻഷുറൻസും ഉണ്ട്. പക്ഷെ അത് പല കാര്യങ്ങളും, സമഗ്ര സാമ്പത്തിക ശാക്തീകരണം, അതുപോലെ തന്നെ ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് മാത്രമല്ല ഇൻഷുറൻസ് വരുന്നത്. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു പോയിന്റ് മാത്രമേ അതിൽ കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് PSC എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. മനസ്സിലായ? ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജനയെ കുറിച്ച് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ ചോദിക്കട്ടെ, ഏത് സർക്കാരാണ് ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചത്? ഏത് സർക്കാരാണ്? മോദി സർക്കാരാണോ? എപ്പോഴത്തെ മോദി സർക്കാർ ഇത് ആരംഭിച്ചത്? ഏത് വർഷമാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചത്? ഇപ്പോഴേ ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അങ്ങനെ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ച് കേട്ടോണം. 2014 ഓഗസ്റ്റ് മാസം 28, 2014 ഓഗസ്റ്റ് മാസം 28-നാണ് 2014 ഓഗസ്റ്റ് മാസം 28-നാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുന്നത്. അതായത് നമ്മളെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി പ്രകാരം ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു കുടുംബത്തിന് മിനിമം ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും എന്ത് ചെയ്യണം? ഒരു കുടുംബത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട് എങ്കിലും മിനിമം നൽകണം എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായ? കേട്ടോ, അത് ഒരു കുടുംബത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ രാജ്യത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും ഒരു കുടുംബത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട് നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്കിങ് സേവനം ലഭ്യമാക്കുക വഴി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്കിങ് സേവനം ലഭ്യമാക്കുന്നത് വഴി ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ ബാങ്കിങ് മേഖലയാക്കുക. കേട്ടാ,
ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ ബാങ്കിങ് മേഖലയാക്കുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിക്കുള്ളത്. മനസ്സിലായ? എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ നൽകുന്ന വഴി അല്ലെങ്കിൽ ബാങ്കിങ് സേവനം നൽകുന്ന വഴി ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ ബാങ്കിങ് മേഖലയാക്കുക എന്ന ലക്ഷ്യമാണ് ഈ പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്കുള്ളത്. ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി ലഭിക്കുന്ന അക്കൗണ്ടിന്റെ പ്രത്യേകത അതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പിന്നെ എന്ത് സൗകര്യങ്ങളൊക്കെ അതിലുണ്ട്? അതില് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പിന്നെ എന്ത് സൗകര്യം ഉണ്ടടാ? ലഭിക്കുന്ന ATM കാർഡ് ഏതാണ്ടാ? ATM കാർഡ് റുപ്പേ കാർഡാണ് ലഭിക്കുന്നത്. പിന്നെ OD സൗകര്യം ഉണ്ടാവും, ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഉണ്ടാകും. എന്ത് സൗകര്യം പിള്ളേരെ? ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഉണ്ടാവും. OD സൗകര്യം അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം, അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ കഴിയുന്ന ഓവർ ഡ്രാഫ്റ്റ് സൗകര്യമുള്ള, അത് തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ കഴിയുന്ന ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഏത് കാർഡിൽ ഉണ്ടാകും പിള്ളേരെ? ഏത് അക്കൗണ്ടിൽ ഉണ്ടാകും? ഈ ജൻധൻ യോജന പ്രകാരം ലഭിക്കുന്ന അക്കൗണ്ടിൽ ഉണ്ടാകും. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പദ്ധതിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ള 2015 ജനുവരിയിൽ തന്നെ, ഇത്രയും അതായത് ആരംഭിച്ച് ഉടനെ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പദ്ധതി, ഏറ്റവും കൂടുതൽ ആൾക്കാരെ സാമ്പത്തികമായി ഉൾപ്പെടുത്തിയ പദ്ധതിയാണ് ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പരിപാടി ഏതാ? ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് ഏത് കുട്ടികളെ? കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് ഏത്? കുടുംബശ്രീ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ കുടുംബശ്രീ അംഗമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആൾക്കാർ അവിടെ പോയി ഇങ്ങനെ ഈ ചോദ്യമൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആളാവാം. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പരിപാടിയാണെന്നൊക്കെ അറിയാവുന്നതൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ ആളാവാം. കേട്ടാ? ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത അത് മനസ്സിലായില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് ഇത് വളരെ കുടുംബശ്രീ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജൻധൻ യോജന പദ്ധതി പ്രകാരം അപകട ഇൻഷുറൻസ് ഉണ്ട്. ആ അപകട ഇൻഷുറൻസിന്റെ നടത്തിപ്പ് ചുമതല നടത്തുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കേട്ടോ? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ NPCI എന്ന് കേട്ടിട്ടുണ്ടോ? NPCI. നിങ്ങൾ പേയ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ അതിൽ കാണാം കേട്ടോ, NBCI എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടാഗ് അതിൽ കാണും നിങ്ങൾ. ഓക്കെ. NBCI എന്ന് വെച്ചാൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, മേരാ ഖാത ഭാഗ്യ വിധാത എന്നൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. മേരാ ഖാത ഭാഗ്യ വിധാത എന്ന് പറഞ്ഞ ഈ പദ്ധതിയുടെ ആപ്തവാക്യമാണ് കേട്ടോ. മേരാ ഖാത ഭാഗ്യ വിധാത എന്ന് പറഞ്ഞ ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ ഒരു ആപ്തവാക്യമാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കിക്കോ കുട്ടികളെ. 2024 ഓഗസ്റ്റ് മാസം 28 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഈ ഡേറ്റ് നിങ്ങൾ മറക്കരുത് പിള്ളേരെ. 2014 ഓഗസ്റ്റ് മാസം 28 ഒരു കുടുംബത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട് എങ്കിലും നൽകുക. നമ്മുടെ രാജ്യത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് നൽകി സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ നടത്തുക എന്നതാണ് ലക്ഷ്യം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്കിങ് സേവനം ലഭ്യമാക്കുക വഴി ഇന്ത്യ ഒരു സമ്പൂർണ്ണ ബാങ്കിങ് മേഖലയാക്കുക എന്നതായിരുന്നു ഈ പദ്ധതി ലക്ഷ്യം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമാക്കുക വഴി ഇന്ത്യ ഒരു സമ്പൂർണ്ണ ബാങ്കിങ് മേഖലയാക്കുകയായിരുന്നു ഈ പദ്ധതി ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. ലഭിക്കുന്ന ATM കാർഡ് റുപ്പേ കാർഡാണ്. ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഈ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. അതായത് അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം നമുക്ക് പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് വഴി നമുക്ക് പിൻവലിക്കാൻ കഴിയും. ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന അപകട ഇൻഷുറൻസിന്റെ നടത്തിപ്പ് ചുമതല NBCIക്കാണ്, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ. മേരാ ഖാത ഭാഗ്യ വിധാത എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ആപ്തവാക്യം. മേരാ ഖാത ഭാഗ്യ വിധാത എന്നതാണ് ഈ പദ്ധതിയുടെ ആപ്തവാക്യം. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. UPIയുടെ പൂർണ്ണരൂപം എന്താണ്? UPIയുടെ പൂർണ്ണരൂപം എന്താണ്? UPI
UPI നമ്മളിപ്പോ ഇന്നലെയൊക്കെ നിങ്ങൾ കണ്ടു കാണും. UPI പേയ്മെന്റുകൾ ഇന്നലെ രാവിലെ മുതൽ സ്റ്റക്കായി. UPI പേയ്മെന്റ് സ്റ്റക്കായി. ഇന്നലെ വൈകുന്നേരം വാട്സപ്പ് സ്റ്റക്കായി. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ സ്റ്റക്കായി. ഇന്നലെ നിങ്ങൾ അറിഞ്ഞായിരുന്നു വൈകുന്നേരം. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ സ്റ്റക്കായിരുന്നു കേട്ടാ. ഗ്രൂപ്പുകളൊന്നും ഇല്ലേ? മറ്റേ കിങ്ങിണിക്കൂട്ടം, പഞ്ചാരക്കൂട്ടം, അങ്ങനത്തെ ഇതൊന്നും ഇല്ലേ? നാട്ടുകൂട്ടം ഇല്ല. നിങ്ങളുടെ ഈ മറ്റേ കോളേജ് പഴയ ഗ്രൂപ്പൊക്കെ കാണുമല്ലോ, അതിന്റെയൊക്കെ പേരെന്താ? പേര് വെളിയിൽ പറയാൻ പറ്റുമോ? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതുകൊണ്ട് ഞങ്ങളത് സ്നേഹപൂർവ്വം CT എന്നാണ്. സ്നേഹപൂർവ്വം CT എന്നാണ് ഞങ്ങളത്. അതിൽ വേറെ പേരില്ല. ഓക്കെ, ഗ്രൂപ്പ് പൂട്ടിയ അതൊന്നും ഇല്ല. ശരി, ഓക്കെ. അപ്പൊ ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഹിസ്റ്ററിയൻസ് ആണ്. ഇതൊരു പച്ചപ്പും ഹരിതാപോ എന്തൊക്കെ പറയല. ഓക്കെ, ഇന്നലെ എന്തായാലും സ്റ്റക്ക ഏടാ നമ്മളെ എപ്പോഴും അപ്പോഴ് ബോട്ടണി പഠിച്ച ആൾക്കാരുണ്ടാകും. ബോട്ടണി പഠിച്ച ആൾക്കാർ ഇന്ത്യൻ ബോട്ടണിയുടെ പിതാവ് ആരാ? ഫാദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി. അയാളാണ് ലെഫ്റ്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചത്. അത് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് എനിക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയത്തില്ല. ജാവ എന്തിരുന്നോ? ലെഫ്റ്റ് ആയിക്കോ ചോദിച്ചാൽ ലെഫ്റ്റ് ആയിക്കോ. ആർക്കെയും പറയാവടാ, ഇന്ത്യൻ ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ ജാവ പവർഫുൾ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി ആർക്കെയും പറയാൻ പറ്റുമോ? തിയോഫ്രാസ്റ്റസ് ബോട്ടണിയുടെ പിതാവല്ലേ? ഇന്ത്യൻ ബോട്ടണിയുടെ പിതാവ് RD മിശ്ര, രാംദിയോ മിശ്ര ഇന്ത്യൻ എക്കോളജിയുടെ പിതാവാണ്. ഇന്ത്യൻ ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം റോക്സ്ബർഗ്. പേരിട്ടുണ്ടോ? വില്യം റോക്സ്ബർഗ്. വില്യം റോക്സ്ബർഗ് ആണ് ഇന്ത്യൻ ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഡിട്രിച്ച് ബ്രാൻഡിസ് എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? ഡിട്രിച്ച് ബ്രാൻഡിസ് ആരാ? ഡിട്രിച്ച് ബ്രാൻഡിസ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡിട്രിച്ച് ബ്രാൻഡിസ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവാണ് ഡിട്രിച്ച് ബ്രാൻഡിസ്. ഓക്കെ, ഒരു വ്യത്യസ്തമായുള്ള ചോദ്യമുണ്ട്. ഇന്ത്യൻ നേവിയുടെ പിതാവ് ആരാ? ഫാദർ ഓഫ് ഇന്ത്യൻ നേവി ആരാണ്? പിള്ളേരെ? ഫാദർ ഓഫ് ഇന്ത്യൻ നേവി JRD ടാറ്റ ഫാദർ ഓഫ് ഇന്ത്യൻ ഏവിയേഷൻ ആണ്. ഏവിയേഷൻ, വ്യോമഗതാഗതം. ഛത്രപതി ശിവജിയാണ് ഇന്ത്യൻ നേവിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഛത്രപതി ശിവജിയാണ് ഇന്ത്യൻ നേവിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഛത്രപതി ശിവജിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കപ്പൽപ്പട യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഈ പീരങ്കികൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്ട? നമ്മുടെ മുഗളന്മാരില് പീരങ്കികൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് മുഗളന്മാരില് ബാബറാണ്. പീരങ്കികൾ ഉപയോഗിച്ചത് ബാബറാണ്. റോക്കറ്റ് വിദ്യ ഉപയോഗിച്ചത് ആരാണ്? റോക്കറ്റ് വിദ്യ ടിപ്പു സുൽത്താനാണ്. റോക്കറ്റ് വിദ്യ ഉപയോഗിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗറില്ല യുദ്ധമുറകൾ നടത്തിയത് ആരാണ്? ഗറില്ല യുദ്ധമുറകൾ താന്തിയ തോപ്പി. ഓക്കെ, അടുത്ത് പഴശ്ശിരാജ് നടത്തിയത് എന്താണ്? പഴശ്ശിരാജ ഒളിപ്പോര് അല്ലെങ്കിൽ ഗറില്ല യുദ്ധമുറ തന്നെയാണ് ഒളിപ്പോര്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ടിപ്പു സുൽത്താനാണ് ആദ്യത്തെ റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കേട്ടോ. ടിപ്പു സുൽത്താനാണ്. ഓക്കെ, തപാൽ സംവിധാനം ആരംഭിച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഏതെന്നറിയോ? അത് നമ്മുടെ ട്രാവൻകൂർ ആണ് കേട്ടോ. തിരുവിതാംകൂർ. ഓക്കെ, തിരുവിതാംകൂറാണ്. ഓക്കെ, ശരി. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ പിള്ളേരെ ഈ PMJDY ഓക്കെ അല്ലേ? പ്രധാനമന്ത്രി ജൻധൻ യോജന. ഓക്കെ, അത് ഡിലീറ്റ് ആവാൻ കാരണം ഇൻഷുറൻസിന്റെ മാത്രം ഒന്ന് പറയോ സർ? ഇൻഷുറൻസ് അതിന്റെ ഇൻഷുറൻസ് നടത്തിപ്പ്, അതായത് ഈ അപകട ഇൻഷുറൻസ് ഉണ്ട്. പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് എടുക്കുന്നവർക്ക് ഒരു അപകട ഇൻഷുറൻസ് ലഭിക്കും. ആ അപകട ഇൻഷുറൻസിന്റെ നടത്തിപ്പ് ചുമതല നടത്തുന്നത് NBCA ആണ്. NBC, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ അപകട ഇൻഷുറൻസിന്റെ നടത്തിപ്പ് ചുമതല ഉള്ളത്. NBCA ആണ്. ഓക്കെ.
ശരി എടാ, അപ്പൊ ഡിലീറ്റ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവുള്ള കാര്യം ഇതാണ്. സമഗ്ര സാമ്പത്തിക ശക്തിയൊന്നും അല്ല സത്യം പറഞ്ഞ ലക്ഷ്യം വെക്കുന്നത്. ഇത് ലക്ഷ്യം വെക്കുന്നത് സമ്പൂർണ്ണ ബാങ്കിങ് മേഖലയാക്കുക എന്നതാണ്. ഓക്കെ. പിന്നെ നമ്മൾ ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് മാത്രമല്ല ഈ അക്കൗണ്ട് എടുക്കുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് പദ്ധതി ലഭിക്കുന്നതാണ്. അതായത് രണ്ടാമത്തെ പോയിന്റ് മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ, പൂർണ്ണമായും ശരിയായിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് തന്നെ 1 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക്. കേട്ടാ, നിങ്ങൾ ജോയിൻ ചെയ്യണം, മടിക്കാതെ ജോയിൻ ചെയ്യണം. നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഓക്കെ. വൈകുന്നേരം ക്ലാസ് വെച്ചിട്ട് ഹാപ്പി സൺഡേ പറയുന്നത് ഏതർത്ഥത്തിലൊന്നും ആലോചിക്കരുത്. എനിക്കും കറങ്ങി നടക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. നിങ്ങൾക്ക് അറിയാം, എല്ലാ സിനിമയ്ക്കൊക്കെ പോണ ആളാണ്. എന്നിട്ട് ഞാനിന്ന് ക്ലാസ് എടുക്കുന്നത് കേട്ടോ, അത്രത്തോളം നമുക്ക് പഠിച്ചത് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ശരി. ഓക്കെ. എനിക്ക് നിങ്ങൾക്ക് വൈകുന്നേരം ക്ലാസ് എടുത്തിട്ട് എനിക്കിന്ന് കറങ്ങാൻ പോവാൻ. എന്നിട്ട് രാവിലെ തൊട്ട് ഒരാൾ ഇവിടെ നിൽക്കുകയാണ്, ഇന്ന് കറങ്ങാൻ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടാ ഇവിടെ നിൽക്കുകയാണ്. ശരി. ഇവിടെ നമുക്ക് വിഷുവിന് പടക്കമല്ലടാ. നിങ്ങൾ ഈ വടക്കോട്ടുള്ള ആൾക്കാർക്കാണ് പടക്കം. നിങ്ങൾ ലോജിക്കില്ലാത്ത പരിപാടിയാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ വിഷുവിന് പടക്കം വെച്ചിട്ട് ദീപാവലിക്ക് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വിളക്ക് കത്തിച്ചു വയ്ക്കും. ഞങ്ങൾ വിഷുവിന് രാവിലെ നമ്മൾ ചെറിയൊരു കണി ഒരുക്കിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും, എന്നിട്ട് പോവും. വേറെ പരിപാടി നമുക്കില്ല. നമുക്ക് ദീപാവലിക്കാണ് ഇവിടെ പടക്കവും ബഹളമൊക്കെ വരുന്നത്. പിന്നെ അമ്പലത്തിൽ പോവും, അമ്പലങ്ങളിലൊക്കെ പോവും. വിഷുവിന്റെ എന്നൊക്കെ രാവിലെ കണി കാണാനൊക്കെ അമ്പലത്തിലൊക്കെ പോവും. നിങ്ങൾക്ക് അവിടെ വിഷുവിന് വടക്കൻ കേരളത്തിൽ നല്ല ആഘോഷമാണ്. വിഷുവിന് വടക്കൻ കേരളത്തിൽ നല്ല ആഘോഷമാണ്. പടക്കം മസ്റ്റ് ആണല്ലേ അവിടെ. ഇങ്ങോട്ട് വിഷുവിന് വലിയ ആഘോഷമില്ല. നമുക്ക് മെയിനായിട്ട് ആഘോഷം പറയുന്നത് ദീപാവലിക്കാണ് പടക്കം കൊണ്ടുള്ള ആഘോഷം പറയുന്നത്. ഓക്കെ.